നമസ്കാരം. പതിരും കതിരും. എന്തൊരു വാടയുള്ള വാസന എന്ന് ആദ്യമായി പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ദേ ഇപ്പം മറ്റൊരു ബേപ്പൂർ സുൽത്താൻ പറയുന്നു, കേരളമാകെ നാറുകയാണ് 3 മാസം കൊണ്ടെന്ന്. കഴിഞ്ഞ 10 വർഷമായി കേരളമാകെ സുഗന്ധം പരത്തുന്ന ഒരു കസ്തൂരിമാൻ നമുക്കുണ്ടായിരുന്നു. കൊമ്പില്ലാത്ത ചെറിയ ഇനം മാനാണല്ലോ കസ്തൂരിമാൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കസ്തൂരിമാൻ ഇരട്ടക്കൊമ്പും ഇരട്ട ചങ്കും ഉണ്ടായിരുന്നു. അത് പോകുന്ന വഴികളിലെല്ലാം സുഗന്ധം പരത്തിയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ജനസഞ്ചയം നാസാരന്ധ്രങ്ങൾ തുറന്ന് ആ സുഗന്ധം വലിച്ച് മൂക്കിൽ കയറ്റുകയായിരുന്നു. മാനുകൾ സാധാരണയായി ഇണയെ ആകർഷിക്കാനാണ് ഈ സുഗന്ധ വസ്തുവായ കസ്തൂരി പുറപ്പെടുവിക്കുന്നത്. എന്നാൽ പ്രായം കൂടിയ നമ്മുടെ കാരണഭൂത കസ്തൂരിമാൻ അടിമകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ആ പ്രത്യേക സുഗന്ധം പുറപ്പെടുവിച്ചിരുന്നത്. ഇന്നലെ മുഹമ്മദ് റിയാസിൻ്റെ പ്രസംഗം കേട്ട് ഒരു മൈക്ക് പോലും പെടലി ഒടിഞ്ഞ് തലകുത്തി വീണു. ഇന്നലത്തെ കീച്ചം പ്രസംഗമെല്ലാം നടത്തി റിയാസ് പോയി സുഖമായിട്ടുറങ്ങി. ഇന്ന് രാവിലെയാണ് അറിയുന്നത് റിയാസിൻ്റെ സ്വന്തക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെയും എല്ലാം വീട്ടിൽ ED റെയ്ഡ് തുടങ്ങിയെന്ന്. മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വലിയ വായിൽ വിപ്ലവം പ്രസംഗിക്കുന്ന ഈ സഖാവിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. വീണയുടെ വീട്ടിൽ പരിശോധന നടത്തിയ സംഘത്തിന് ചില രേഖകൾ കിട്ടിയിരുന്നു. അവരുടെ ഫോണിൽ നിന്നും ഡയറിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ആ കുടുംബവുമായും റിയാസുമായും ഇടപാടുള്ള മുഴുവൻ എണ്ണത്തിൻ്റെയും വീടുകളിൽ ED കയറി ഇറങ്ങുന്നത്. മാസപ്പടിയായി വാങ്ങിയ പണം ഏതൊക്കെ വഴിയിലേക്ക് പോയി എന്ന് ED കണ്ടുപിടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഓണക്കാലത്ത് വീണ തൈക്കണ്ടിയുടെ ED കേസിനെ പറ്റി ചോദിച്ചപ്പോൾ റിയാസ് ഉത്തരം മുട്ടുക മാത്രമല്ല, എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് പിന്നോട്ട് നടന്ന വണ്ടിയിൽ കയറുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷം ക്ലിഫ് ഹൗസിലെ ഓണം അതിഗംഭീരമായിരുന്നു. ഭാര്യയെ ഊഞ്ഞാലിലാട്ടിയും പൂക്കളം ഇടിവിച്ചുമൊക്കെ എത്ര സെൽഫികളാണ് റിയാസ് പോസ്റ്റ് ചെയ്തത്. ഇത്തവണ കൻ്റോൺമെൻറ്റ് ഹൗസിൻ്റെ വീട്ടുമുറ്റത്ത് പൂക്കളമിട്ടാൽ അതിൻ്റെ നടുക്ക് ചിലപ്പോൾ ED വന്നിരുന്നെന്നിരിക്കും. ഇത്തവണ മാവേലിയാകെ കൺഫ്യൂഷനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ലിഫ് ഹൗസിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ 10 വർഷവും അവിടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ഞാൻ പാതാളത്തിലേക്ക് പോയതിനു ശേഷം ഇത്ര കരുണാമയനും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവ് കേരളം ഭരിക്കുന്നതിൽ എന്തൊരു സന്തോഷമായിരുന്നെന്നോ മഹാബലിക്ക്. അന്നത്തെ രാജാവ് ഇപ്പോൾ നനഞ്ഞ കോഴിയെപ്പോലെ ഇതാ കൻ്റോൺമെൻറ്റ് ഹൗസിൽ കഴിഞ്ഞുകൂടുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിയാസ് ഇങ്ങനെ കത്തി കയറി വരികയായിരുന്നു. ഇനി 2-3 ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ ഒരു സാധ്യതയുമില്ല. എന്തിനാണ് താങ്കളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ED വന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചെന്നിരിക്കും. എന്തിനാണ് സ്വന്തം ഭാര്യയെ ED ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മറുപടിയില്ലാത്ത പുള്ളിയാണ് ഈ റിയാസ്. പിന്നെ കൂട്ടുകാരുടെ കാര്യം പറയാനുണ്ടോ? പ്രതിപക്ഷ നേതാവായ പിണു ഖാൻ ഇന്നലെ LDF യോഗത്തിൽ പറഞ്ഞത് സതീശൻ സർക്കാരിൻ്റെ മധുവിധു കാലം റദ്ദ് ചെയ്ത് ശക്തമായ സമരപരിപാടികൾ തുടങ്ങണം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയിലുള്ള അടിമകളെ മുഴുവൻ ഇനിയുള്ള കാലം അകത്ത് കിടത്താൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. എന്തൊക്കെയായാലും ഫാദർ ലോയെ വിശ്വസിച്ച് 3-ാം ഊഴത്തിന് കാത്തിരുന്ന റിയാസ് തൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതിൻ്റെ വല്ലാത്ത വ്യഥയിലാണ്. പാടിയ വായും ആടിയ കാലും അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ മാസത്തിൽ 2 വീതം ടൂറുകൾ പോയിക്കൊണ്ടിരുന്ന ആളുകളെ എന്തു പറഞ്ഞിന് റിയാസ് സമാധാനിപ്പിക്കും?